Dear students, today we are going to discuss about flux of a three-dimensional vector field. Three-dimensional vector field flux എങ്ങനെയാണ് calculate ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. Definition നോക്കാം. The flux of three-dimensional vector field vector F across an oriented surface S in the direction of n cap is given by flux കണ്ടുപിടിക്കണമെങ്കിൽ വെക്റ്റർ ഫീൽഡ് എഫിൻ്റെ ആണ് ഫ്ലക്സ് പറയേണ്ടത്. അതിൽ ഓറിയൻറ്റഡ് അത് ഏതിലാണ് ചുറ്റുന്നതെന്ന് ചോദിച്ചാൽ ആ സർഫസ് എസ് എന്നുള്ള സിമ്പിൾ കൊടുക്കുക. ഡയറക്ഷൻ എൻ ക്യാപ്പ് ആണെങ്കിൽ ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി സിഗ്മ. ഡി സിഗ്മ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. ജി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഡി സിഗ്മ എടുക്കുക. ഡബിൾ ഇൻറ്റഗ്രൽ എസ് എഫ് ഡോട്ട് എൻ ക്യാപ്പ് ഡി സിഗ്മ. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് വെക്റ്റർ എഫ് ഈക്വൽ ടു വൈ സെഡ് ഐ പ്ലസ് സെഡ് സ്ക്വയർ കെ. വൈ സെഡ് ജെ ആണ്. വൈ സെഡ് ജെ പ്ലസ് സെഡ് സ്ക്വയർ കെ ഔട്ട്വേർഡ് ത്രൂ ദ സർഫസ് എസ് കട്ട് ഫ്രം ദ സിലിണ്ടർ. എസ് എന്നുള്ള സർഫസ് സിലിണ്ടറിക്കലാണ്. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1, സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 by the planes x equal to 0 and x equal to 1. ക്വസ്റ്റ്യനിൽ എഫ് എന്നുള്ളത് തന്നിട്ടുണ്ട്, എസ് എന്നുള്ളത് സിലിണ്ടറിക്കലാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ കട്ട് ചെയ്യുന്ന പ്ലെയിൻസ് എന്ന് പറയുന്നത് സെഡ് പോസിറ്റീവാണ്, സെഡ് വാല്യൂസ് പോസിറ്റീവാണ്, എക്സ് 0ഉം 1ഉം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ദ ഔട്ട്വേർഡ് നോർമൽ ഫീൽഡ് ഓൺ എസ് മേ ബി കാൽക്കുലേറ്റഡ് ഫ്രം ജി. ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സിലിണ്ടറിൻ്റെ ഇക്വേഷൻ വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം. ദർഫോർ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡെൽ ജി കാൽക്കുലേറ്റ് ചെയ്യാലോ. ഡോ ജി ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ജി ബൈ ഡോ സെഡ് കെ ക്യാപ്പ് ആണ്. സോ ഇവിടെ എക്സിൻ്റെ ടേം ഇല്ല. അപ്പോൾ അടുത്ത സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നത് 2y. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y ജെ ക്യാപ് പ്ലസ് 2z കെ ക്യാപ്. ഇനി അതിൻ്റെ മോഡുലസ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മോഡുലസ് ഡെൽ ജി ഈക്വൽ ടു റൂട്ട് ഓഫ് കമ്പോണൻസിൻ്റെ സ്ക്വയർ. ഇവിടെ ഐ കമ്പോണൻ്റ് ഇല്ല. അപ്പോൾ 2y ഹോൾ സ്ക്വയർ പ്ലസ് 2z ഹോൾ സ്ക്വയർ. 2y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ. അതിൽ 4 കോമൺ ആയിട്ട് വെളിയിലെടുക്കാമല്ലോ. അപ്പോൾ 4 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വെക്റ്റർ എഫിൽ 1 ആണ്. സോ റൂട്ട് 4 എന്ന് മാത്രം വരും. റൂട്ട് 4 ഈസ് 2. അപ്പോൾ ഡെൽ ജി കിട്ടി. മോഡ് ഡെൽ ജി എന്നും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഓറിയൻറ്റഡ് നോർമൽ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എൻ ക്യാപ്പ് നമുക്ക് 2 രീതിയിലെടുക്കാം. ഒന്നുകിൽ തന്നിട്ടുള്ള സർഫസിന് അപ്വേർഡ് ആയിട്ടുള്ളതും എടുക്കാം, അല്ലെങ്കിൽ ഡൗൺവേർഡ്. നമുക്ക് ഔട്ട്വേർഡ് നോർമലാണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ എൻ ക്യാപ്പ് ഈസ് പോസിറ്റീവ് ഡെൽ ജി ബൈ മോഡ് ഡെൽ ജി. 2 തരത്തിൽ നോർമൽ എടുക്കാം. ഒന്നുകിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ. ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ. ഇപ്പോൾ ഡെൽ ജി ബൈ മോഡ് ഡെൽ ജി. ഡെൽ ജിയുടെ വാല്യൂ തന്നിട്ടില്ലേ? 2y ജെ ക്യാപ് പ്ലസ് 2z കെ ക്യാപ് ബൈ മോഡ് ഡെൽ ജി എന്താണ്? നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്താണ്. 2 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സോ 2y ജെ ക്യാപ് പ്ലസ് 2z കെ ക്യാപ് ബൈ 2 എന്നുള്ള വാല്യൂ ഫൈനൽ ആൻസർ എന്തായി മാറും? y ജെ ക്യാപ് പ്ലസ് z കെ ക്യാപ്. അപ്പോൾ എൻ ക്യാപ്പിൻ്റെ ആൻസർ y ജെ ക്യാപ് പ്ലസ് z കെ ക്യാപ്. ഇനി യൂണിറ്റ് നോർമൽ പി ക്യാപ്പ് ആണ്. പി ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ ഇൻറ്റഗ്രേഷൻ ആണ്. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണത്. സോ ആ എസ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആക്സിസ് എന്ന് പറയുന്നത് സെഡ് ആക്സിസ് ആണ്. എസ് എന്നുള്ള സർഫസ് എക്സ് ആൻഡ് വൈയിലാണ്. സോ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് സെഡ് ആക്സിസ് ആണ്. സോ അതിൽ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് 1 കെ ക്യാപ്പ് ആയിരിക്കും. അതായത് 0i പ്ലസ് 0j പ്ലസ് 1 കെ ക്യാപ്പ് ആണ്. സോ പി ഈക്വൽ ടു കെ. വെക്ടർ പി എന്ന് പറയുന്നത് കെ ക്യാപ്പ്. ഇനി ഡി സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യുക. ഡി സിഗ്മ ഈക്വൽ ടു മോഡ് ഡെൽ ജി ബൈ മോഡുലസ് ഓഫ് ഡെൽ ജി ഡോട്ട് വെക്റ്റർ പി ഇൻറ്റു ഡി എ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. മോഡ് ഡെൽ ജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതല്ലേ? 2 ബൈ ഡെൽ ജി എന്ന് പറയുന്നത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഡെൽ ജി 2y ജെ ക്യാപ് പ്ലസ് 2z കെ ക്യാപ്. ആ വാല്യൂ അവിടെ അപ്ലൈ ചെയ്യണം. ഡോട്ട് കെ ക്യാപ്പ്. പി എന്ന് പറയുന്നത് കെ ക്യാപ്പാണ്. സോ കെയുടെ കമ്പോണൻറ്റ് മാത്രമേ അവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാനുള്ളൂ.
അപ്പോൾ 2z ഇൻറ്റു 1 എന്ന് വരും. 2z ഇൻറ്റു 1 എന്ന് പറയുന്നത് 2z. അപ്പോൾ മോഡുലസ് 2z. ഇതിൽ 2 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് നമ്പേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/z dA. ഇനി മോഡുലസ് സെഡിനെ എങ്ങനെയാണ് സെഡ് എന്നുള്ള ഫോമിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെഡിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. സെഡിൽ നമ്മൾ എടുക്കുന്നത് ഈ ക്വസ്റ്റ്യനിൽ എടുക്കുന്നത് സെഡ് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഓൺലി 1/z dx dy. dA എന്നുള്ളതിന് dx dy എന്ന് മാറ്റി എഴുതി. ഇനി എഫ് ഡോട്ട് എൻ കാൽക്കുലേറ്റ് ചെയ്യുക. എഫ് ഡോട്ട് എൻ ഈക്വൽ ടു എഫ് എന്നുള്ളതിൻ്റെ വാല്യൂ വൈ സെഡ് ജെ ക്യാപ് പ്ലസ് സെഡ് സ്ക്വയർ കെ ക്യാപ് ഡോട്ട് എൻ ക്യാപ് എന്താണ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. പരസ്പരം ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ വൈ സ്ക്വയർ സെഡ് പ്ലസ് സെഡ് ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു സെഡ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുക വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്നത് എഫിൻ്റെ വാല്യൂ ആണ്. എഫ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സോറി ജിയുടെ വാല്യൂ ആണ്. ജി ഈക്വൽ ടു 1 നമുക്ക് തന്നിട്ടുണ്ട്. സോ സെഡ് ഇൻറ്റു 1 എന്ന് പറയുന്നത് സെഡ് തന്നെ വരും. Therefore ഫ്ലക്സ് ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ എസ് എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. ഇതിലെല്ലാ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്താലേ ഡബിൾ ഇൻറ്റഗ്രൽ എസ് സെഡ് ഡോട്ട് 1/z dx dy ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 dx dy. ഇനി 1 dx dy ഡബിൾ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദ റീജിയൻ ആർ എക്സ് വൈ അല്ലേ. കാരണം എസ് എന്നുള്ള സർഫസ് എക്സ് ആൻഡ് വൈ ആക്സിസിലാണ് പറയുന്നത്. സോ ഏരിയ ഓഫ് ദ റീജിയൻ കണ്ടുപിടിക്കാൻ ഇൻറ്റഗ്രൽ ഓവർ വൈ ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഡി എക്സ് ഡി വൈ എന്ന് എഴുതാലോ. ഇനി എക്സിൻ്റെ ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ. വിത്ത് ദ പ്ലെയിൻ 0 to 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. വൈയുടെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന കാര്യം ജിയിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യാം. വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. സോ സെഡിൻ്റെ വാല്യൂ പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയും. സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സപ്പോസ് സെഡ് ഈക്വൽ ടു 0 ആയാൽ മിനിമം വാല്യൂവിൽ തുടങ്ങുക. വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായി മാറും 1 ആയി മാറും. സോ വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആയില്ലേ. അപ്പോൾ വൈയുടെ ലിമിറ്റ് -1 to 1. ആ ലിമിറ്റുകൾ ഇവിടെ അപ്ലൈ ചെയ്തോളൂ. ഇൻറ്റഗ്രൽ -1 to 1 ഇൻറ്റഗ്രൽ 0 to 1 dx dy. സാധാരണ പോലെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് വിതിൻ ദ ലിമിറ്റ് 0 to 1 അടുത്ത വൈയുടെ ലിമിറ്റും കൊടുക്കണം. സോ 1 - 0 dy. ഇൻറ്റഗ്രൽ dy എന്ന് പറയുന്നത് y ആണ് വിതിൻ ദ ലിമിറ്റ്സ് -1 to 1. സോ അപ്പർ ലിമിറ്റ് 1 മൈനസ് ലോവർ ലിമിറ്റ് -1. 1 minus -1 ഈസ് 1 + 1 ഈസ് 2. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് 2 ആണ്. താങ്ക് യു.